നമ്മൾ മുമ്പ് ടോപ്പ് സിംഗറിലൊക്കെ പാടിയിട്ടുള്ളതിൽ വെച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ മോക്ക് ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഏറ്റവും നല്ല പ്രതികരണം കിട്ടിയ പാട്ട് ഏതാ? എനിക്ക് കിട്ടിയത് മേരി ഡോളിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ പിന്നെ ഞാൻ ഓർക്കണില്ല അതൊക്കെ പാടില്ല. ഈ മേരി ഡോളിനൊക്കെ ഒരുപാട് സ്വരങ്ങളുള്ള പാട്ടല്ലേ? ആ പാട്ട് പിന്നീട് കുറെ വൈറലാവുകയും ചെയ്തല്ലേ മോളുടെ പാട്ട്? അത് ഭയങ്കര വൈറലായി ചെയ്ത്. പക്ഷെ കുറേ സ്വരങ്ങളുണ്ടായിരുന്നു അതിനകത്ത് ലാസ്റ്റില്. പിന്നെ ടഫാണ് ഇത്തിരി. അങ്ങനത്തെ പാട്ടൊക്കെ പഠിച്ചെടുക്കാൻ എത്ര സമയം എടുക്കും? ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 ദിവസം എടുക്കും. 4-5 ദിവസം കൊണ്ട് പഠിച്ചെടുക്കും. റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്ന സമയത്തെ ഇത്ര സമയത്തിനുള്ളിൽ പാട്ട് പഠിക്കണം അങ്ങനെയൊക്കെ ഓരോ നിബന്ധനകൾ ഉണ്ടാകുമല്ലോ. അപ്പൊ അതൊക്കെ നമുക്കൊരു പ്രഷറായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ നല്ലതിന് വേണ്ടിയില്ല പറയണം. പുതിയതായിട്ട് വേറെ ഏതെങ്കിലും ഷോയിൽ പങ്കെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. കുറേ എൻക്വയറി ഒക്കെ വരുന്നുണ്ട്, പക്ഷെ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരൻ ആരാ? MG സാറിന് ഭയങ്കര ഇഷ്ടമാണ്. MG സാറിന്റെ ട്രൂപ്പിൽ മോള് പാടുന്നുണ്ട്? ഞാൻ പാടുന്നുണ്ട്. ഇപ്പോഴും പ്രോഗ്രാം ഒക്കെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ അടുത്ത് ഓസ്ട്രേലിയ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. അവിടുത്തെ ഒരു ഫാമിലിയൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവരുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത്. അവർ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ചതാണോ മോളെ? അല്ല 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 അല്ല, ഞാൻ MG സാറിൻ്റെ കൂടെ പോയത്. MG സാറുമായിട്ടുള്ള ഏറ്റവും നല്ല ഓർമ്മ എന്താ? MG അങ്കിളുടെ ഓർമ്മയെന്ന് വെച്ചാൽ ഞാൻ ചെറുതല്ലായിരുന്നു, അപ്പം എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. എന്നാലും ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ MG അങ്കിളിനെ ഒരു വട്ടം പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, കഥളി കൺകഥളി. ഞാൻ വിചാരിച്ച് MG അങ്കിൾ എന്നെ പറ്റിക്കാൻ വേണ്ടി തെറ്റിച്ചൊക്കെ പാടി. ഞാൻ ചെറുതല്ലായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ച് അത് MG അങ്കിൾക്ക് പാട്ട് അറിഞ്ഞുകൂടാന്ന് അന്ന് പറഞ്ഞ് ഞാൻ MG അങ്കിൾക്ക് പാട്ട് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പോഴും വീഡിയോ വൈറലായിട്ട് ഓടുന്നുണ്ടല്ലേ? ഇപ്പോഴും വൈറലാണ്. അങ്ങനത്തെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നാറ്? എനിക്ക് ഇപ്പോഴും ഭയങ്കര ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്ക് ഭയങ്കര. പണ്ട് ഭയങ്കര കാന്താരി എന്നായിരുന്നു എല്ലാരും വിളിച്ചോണ്ടിരുന്നത് അല്ലേ? എല്ലാത്തിനും ഉരുളക്കുപ്പേര് മറുപടിയൊക്കെ പറയും. ഇപ്പൊ കുറച്ചുകൂടി ഒരു ചെറിയ മെച്യൂരിറ്റി വന്ന പോലെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ MG സാറൊക്കെ കാണുമ്പോൾ പറയുമോ മോള് കുറച്ചുകൂടി വലുതായി മെച്യൂരിറ്റി വന്നോന്നൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. MG സാറിന്റെ കൂടെയൊക്കെ പാട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് വന്ന് കറക്റ്റ് ചെയ്ത് തരാറുണ്ടോ? വല്ല തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാറുണ്ട്. അങ്ങനെയൊക്കെ. അന്നേരം പറയുമോ പണ്ട് പാട്ട് പഠിപ്പിച്ച കാര്യം ഓർമ്മയുണ്ടോന്ന് ചോദിക്കുമോ? അത് MG അങ്കിൾ എന്നെ എപ്പോഴും ഓർമ്മിക്കും, നീ അല്ലേ എന്നെ അന്ന് പാട്ട് പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഈ മേരി ഡോളിനെ പാടിയ സമയത്ത് MG സാറ് കരയുന്ന ഒരു സീനും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ പാടിയിട്ട് MG അങ്കിൾക്ക് സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനന്ന് ചെറുതല്ലായിരുന്നു, കരഞ്ഞു. അപ്പൊ നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടാലോ? ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എന്തേ പോരാത്തോ വാവേ വാവാച്ചേ കുന്നിക്കോരു കുത്തിനുള്ളി പരിച്ചിട്ട് പിന്നിക്കോരത്തൊരു മാല തീർക്കാം തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കാലാമാനെ കൊണ്ടുതരാം ചെങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. മോളുടെ ചേച്ചി നന്നായിട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ചേച്ചിനെ കണ്ടിട്ടാണല്ലേ പാട്ട് പഠിച്ചു തുടങ്ങിയത്? എനിക്ക് ചേച്ചീനോടുള്ള അസൂയ കണ്ടിട്ടാണ് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ വാപ്പാനോട് പറയും, വാപ്പ എന്നെ ഒന്ന് പാട്ട് പഠിപ്പിക്കുക, വാപ്പ വലിയ ഇതൊന്നും കാണിച്ചില്ല. പിന്നെയും ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, വാപ്പ എന്നെ ഒന്ന് പാട്ട് പഠിക്കുക. അങ്ങനെ വാപ്പ ഞാൻ പുറകെ നടന്നിട്ട് വാപ്പ എന്നെ പാട്ട് പഠിപ്പിച്ചു.